കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഒ.പി. ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഒ.പി. ടിക്കറ്റ് നിരക്ക് 5-ൽ നിന്നും 10 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ദിനംപ്രതി 4000-ഓളം രോഗികളാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നതെന്നും 5 രൂപയിൽ നിന്നും 10 രൂപയിലേക്ക് ഒ.പി. ടിക്കറ്റ് നിരക്ക് വർധനവ് വന്നതോടുകൂടി ജില്ലാ പഞ്ചായത്തിന് പ്രതിദിനം 10,000 കണക്കിന് രൂപയാണ് ലാഭമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പറഞ്ഞു. പ്രതിവർഷം 70 ലക്ഷം രൂപയുടെ ലാഭവിഹിതം ഒ.പി. ടിക്കറ്റ് നിരക്കിൽ നിന്നും മാത്രം ലഭിക്കുന്നുവെന്നും അത് നിർധനരായ രോഗികളെ കൊള്ളയടിക്കുന്ന നടപടിയാണെന്നും പ്രണവ് താമരക്കുളം കുറ്റപ്പെടുത്തി. ഞങ്ങൾ വന്നിരിക്കുന്നത് 5 രൂപയിൽ നിന്നും 10 രൂപ ഒ.പി. ടിക്കറ്റായി വർദ്ധിച്ചു. അതായത് ഒരു ദിവസം ഏകദേശം 3000 മുതൽ 4000 രോഗികളാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആശ്രയിച്ച് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രതിദിനം 20,000 രൂപയുടെ വർധനവ്, അതായത് കൊള്ള അടി, അതായത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം ഏകദേശം 6 ലക്ഷം രൂപയോളം തന്നെ ഇതിന് വരുമാനം, അതായത് അനാവശ്യമായിട്ടുള്ള വരുമാനം വരുന്നു. എന്നാൽ ചികിത്സയുണ്ടോ? കൃത്യമായ ചികിത്സയില്ല. അപ്പോൾ HMCയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുത്തില്ല, പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ HMCയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കത്തില്ല. കാരണം 5 രൂപ തന്നെ ആക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നത്. എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് ഒ.പി. ടിക്കറ്റ് നിരക്ക് മാറ്റണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. യുവമോർച്ചയുടെ പരാതി രേഖാമൂലം തന്നെ HMC ചെയർമാനെ അറിയിക്കാമെന്നും ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിച്ചെങ്കിലും റിപ്പോർട്ട് വരുന്നതുവരെ 5 രൂപ ഒ.പി. ടിക്കറ്റ് നിരക്കാകണമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈസ്റ്റ് പോലീസ് SIയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ ആശുപത്രിയിലെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട അല്പനേരം ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ കൈക്ക് പരിക്കേറ്റു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ യു ഗോപകുമാർ, അഭിഷേക് മുണ്ടയ്ക്കൽ, രജിത, അനിൽ, അഭിരാം, ആദിത്യൻ, ഷിബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സമര പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.